സോ നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടാനുള്ള ആരാളെന്ന് പറഞ്ഞാൽ വൈഷ്ണവാണ്. വൈഷ്ണവിന് സിവിലിൽ കഴിഞ്ഞ ഗേറ്റ് എക്സാമിൽ 1311 റാങ്കും അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ സയൻസിന് എത്രയായിരുന്നു റാങ്ക്? 171. എന്തുകൊണ്ടാണ് വൈഷ്ണവ് ഗേറ്റ് കോച്ചിങ് തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചിരുന്നത് CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗവൺമെൻറ് കോളേജാണ്. പക്ഷേ ഞാൻ സിവിൽ ഇഷ്ടപ്പെട്ട് തന്നെ സെലക്ട് ചെയ്തൊരു ബ്രാഞ്ചായിരുന്നു സിവിൽ. അപ്പോൾ 4 വർഷത്തെ BTech കഴിഞ്ഞിട്ടാകുമ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മെയിനായിട്ട് സിവിലിന് പ്ലേസ്മെൻറ്റ്സ് വളരെ കുറവാണ്. അപ്പോൾ പിന്നെ എനിക്കുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഹയർ സ്റ്റഡീസ് തന്നെയാണ് ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലേക്കുള്ള എക്സാമിലേക്ക് പോകണം, അതായത് കേരള PSC പോലത്തെ എക്സാം. പക്ഷേ ഞാൻ ഇറങ്ങുന്ന ടൈമിൽ കേരള PSC വിളിച്ചത് വളരെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ സീനിയേഴ്സിനോട് ചോദിച്ചു. അപ്പം എൻ്റെ സീനിയേഴ്സ് തന്നെ കുറേ ആൾക്കാർ ഈ ARC എന്ന് പറഞ്ഞ കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കോച്ചിങ് ചെയ്ത ആൾക്കാരുണ്ട് സിവിലിൽ. അപ്പം അവർക്കൊക്കെ നല്ല റാങ്ക് കിട്ടി, അവർ നല്ല IITസിൽ ഇപ്പം പഠിക്കുന്നുണ്ട്, IASC പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇത് വെക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ ഗേറ്റ് കോച്ചിങ് ചെയ്താലോ എന്നുള്ളൊരു മൈൻഡ് വന്നു. പിന്നെ ഹൈദരാബാദൊന്നും പോയി ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം ഏറ്റവും ബെസ്റ്റ് എൻ്റെ വീട് കാസർഗോഡാണ്. അപ്പം ഏകദേശം വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ARC ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ARCയിൽ വന്ന് ഗേറ്റ് കോച്ചിങ് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പം പറഞ്ഞു സീനിയേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടിയ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഇപ്പം ARCയിൽ ജോയിൻ ചെയ്തത്. അപ്പം വൈഷ്ണവിൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കോച്ചിങ്ങും ക്ലാസ്സസും, അതുപോലെ തന്നെ വൈഷ്ണവിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എന്തായിരുന്നു നമ്മുടെ ARC ക്ലാസ്സസിനെ കുറിച്ചിട്ട്? ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് വന്നായിരുന്നു ക്ലാസ് എടുത്തത്. ട്രാൻസ്പോർട്ടേഷനും സിവിലിലെ ട്രാൻസ്പോർട്ടേഷൻ സബ്ജക്റ്റും പിന്നെ സർവേ സബ്ജക്റ്റും അല്ലാണ്ട് ബാക്കി എല്ലാ സബ്ജക്റ്റും നോർത്ത് ഇന്ത്യൻ സാറുമാരെ ഫാക്കൽറ്റീസ് ആയിരുന്നു പഠിപ്പിച്ചത്. അപ്പം ക്ലാസ് അതിനനുസരിച്ച്, അതായത് അവർ വന്നു 10 ദിവസം കൊണ്ട് ആ സബ്ജക്റ്റ് ഫുൾ തീർത്തിട്ടായിരുന്നു അവർ പോയത്. അപ്പം അത്രയും ഇൻറ്റൻസ് ക്ലാസ് ആയിരുന്നു ആ 10 ദിവസത്തേക്ക് ഉണ്ടായത്. പിന്നെ അതിന് ആ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസം ഗ്യാപ്പ് തരും, എന്നിട്ട് അതിൻ്റെ എക്സാം നടത്തും. പിന്നെ അതേപോലെ അടുത്ത സബ്ജക്റ്റ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും അതിൻ്റെ എക്സാം നടത്തി. പിന്നെ അതേപോലെ അവസാനമാകുമ്പോഴും അതേപോലെ എല്ലാ സബ്ജക്റ്റിനും കൂടി ഒരുമിച്ചുള്ള എക്സാംസും നടത്തി. അങ്ങനെ ടോട്ടൽ 13-15 കറക്റ്റായിട്ട് ഓർമ്മയില്ല, അത്രയും മോക്ക് ടെസ്റ്റും ഉണ്ടായിരുന്നു. ഓവറോൾ ബെസ്റ്റ് ആയിരുന്നു എന്ന് പറയാം. ARCയുടെ ക്ലാസ്സസ് അതുപോലെ തന്നെ എക്സാംസ്, അപ്പം നിങ്ങളുടെ ഒരു ഈ സ്റ്റഡി എൻവയോൺമെൻറ്റും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഓക്കെ, സ്റ്റഡി എൻവയോൺമെൻറ്റിനെ പറ്റി പറഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നൈറ്റ് 9 മണി വരെ തുറന്നു തരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ക്ലാസ് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള, ഇപ്പോൾ ഹോസ്റ്റലിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ ഹോസ്റ്റലിൽ അത്രയും ഫെസിലിറ്റീസ് ഇല്ല എന്നല്ല, അപ്പം ഏറ്റവും നല്ല ഫെസിലിറ്റി ഇവിടെ ലൈബ്രറി ഉണ്ട്. അപ്പം ഏറ്റവും നന്നായി ഇവിടെ ഇരുന്ന് ഇപ്പോൾ AC ഇട്ട് ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റിയൊരു സ്ഥലം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണെന്ന് തോന്നി. അപ്പം ഞാൻ മിക്ക ദിവസങ്ങളിലും നൈറ്റ് 9-9:30 വരെ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ടാണ് പോവാറ്. ഈ സക്സസിൻ്റെ മെയിൻ റീസൺ അത് തന്നെയാണ്. പിന്നെ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യത്തിലായാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല ഇട്ടിരുന്നത്, എല്ലാം ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം അതായത് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് കുറേ, അതായത് ഗേറ്റിന് ചോദിക്കാവുന്ന കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒരുമിച്ച് കിട്ടുമായിരുന്നു. ഓവറോൾ നല്ല എൻവയോൺമെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പം വൈഷ്ണവ് ഓൾറെഡി പറഞ്ഞു ഇപ്പം കൂടുതലും നോർത്ത് ഇന്ത്യൻ ടീച്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പം ARCയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതും അത് തന്നെയാണ്, അതായത് കേരളത്തിൻ്റെ പുറമെയുള്ള ടീച്ചേഴ്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം ആ ഒരു ടീച്ചേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു ക്ലാസ്സസും അല്ലെങ്കിൽ അവരുടെ ഒരു ലെക്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നോർത്ത് ഇന്ത്യൻ ഫാക്കൽറ്റീസിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള സാറുമാരാണ്. മെയിൻലി അവരൊക്കെ ESC എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സാറുമാരാണ്. അതുമാത്രമല്ല ഗേറ്റിന് മിക്ക ആൾക്കാരും 50-ൽ താഴെ റാങ്ക് അടിച്ച ആൾക്കാരും കൂടി. അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും അവർക്കുണ്ട്. അപ്പം പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും അവരതിൻ്റെ ഒരു ഇത് എന്തായാലും കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ക്ലാസ് കഴിഞ്ഞിട്ടും അവരൊരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 9-9:30 വരെ ഇവിടെ അനുവദിക്കാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരൊരു 8-7-7:30 വരെ അവരിവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് വേണം ഡൗട്ട് ചോദിക്കാനായാലും അവരിവിടെ അവൈലബിൾ ആണ്. ഇനി ഇൻ കേസ് അവരിവിടുന്ന് പോയി കഴിഞ്ഞാലും അവർക്ക് മെസ്സേജ് അയച്ചാൽ അവർ അതിൻ്റെ റിപ്ലൈ ഒക്കെ കറക്റ്റായിട്ട് തരുന്നുണ്ട്. ആൻഡ് ഓവറോൾ നല്ല നോർത്ത് ഇന്ത്യൻ ഫാക്കൽറ്റീസ് ബെസ്റ്റ് ആണെന്ന് പറയാം. വൈഷ്ണവ് ഈ ഒരു ARCയിൽ ജോയിൻ ചെയ്തതിൽ ഹാപ്പി ആയിരിക്കും. ഇപ്പം എന്തായാലും ഇത്രയും വേർഡ്സ് കേട്ടതിൽ എനിക്ക് അതാണ് തോന്നിയത്. അപ്പം അത് ലൈഫിൽ എടുത്ത ഒരു
എന്താ പറയുക ടേണിംഗ് പോയിൻ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിട്ടോ ഫീൽ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഐ യു ഹാപ്പി വിത്ത് ARC? ARC എന്നുള്ളത് എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് തന്നെ എന്തായാലും പറയാം. കാരണം BTechലൊന്നും ഞാൻ അത്ര ഹൈ പെർഫോമൻസ് ചെയ്യുന്നൊരു സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ടാണ് എനിക്ക് പഠിക്കണം എനിക്കൊരു എയിം ഉണ്ടായിട്ട് തന്നെയാണ് ഇവിടത്തേക്ക് വന്നത്. അപ്പം അതിനനുസരിച്ചുള്ള എൻവയോൺമെൻറ്റും അതിനനുസരിച്ചുള്ള എല്ലാ ഫാക്കൽറ്റീസിൻ്റെ ഓരോ ഇതായാലും പിന്നെ ഇവിടുത്തെ ഡയറക്ടർ സാറിൻ്റെ ഓരോ കാര്യങ്ങളും എല്ലാം നമുക്ക് അതിനായി മോക്ക് ടെസ്റ്റുകളും എല്ലാം നമുക്ക് നല്ല റാങ്ക് കിട്ടും അല്ലെങ്കിൽ അതെനിക്ക് ഉറപ്പായിരുന്നു സ്റ്റാർട്ടിങ് തന്നെ. അപ്പം ഓവറോൾ ARC ഈസ് ദ ബെസ്റ്റ്.